നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ തലസ്ഥാന നഗരിയെ വിറപ്പിച്ചുകൊണ്ട് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനൊപ്പം പ്രക്ഷോഭ രംഗത്തിറങ്ങിയ കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യശ്രദ്ധ നേടിക്കഴിഞ്ഞു. പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചെറുപ്പക്കാരുടെ സംഘത്തിൽ ഉയർന്ന അക്കാദമിക് മികവും അന്താരാഷ്ട്ര പ്രവൃത്തി പരിചയവുമുള്ള പ്രൊഫഷണലുകളുടെ സാന്നിധ്യമാണ് പാർട്ടിക്ക് വലിയ ബലം നൽകിയത്. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് റിലേഷൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ അഭിജിത് ദീപ്കെയാണ് CJPയുടെ സ്ഥാപകൻ. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ജന്തർ മന്ദറിൽ പാർട്ടി പ്രക്ഷോഭം പ്രഖ്യാപിച്ചതിനു പിന്നാലെ പ്രമുഖർ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അതിൽ പ്രധാനം ന്യൂഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫ്രീലാൻസ് ഇൻവെസ്റ്റിഗേറ്റീവ് മാധ്യമ പ്രവർത്തകനും ക്ലൈമറ്റ് ആക്ഷൻ ഫ്രണ്ട് സഹസ്ഥാപകനുമായ സൗരവ് ദാസ് ആണ്. നിയമം, ഭരണ സംവിധാനം, ജുഡീഷ്യറി, സുതാര്യത എന്നീ വിഷയങ്ങളിൽ മികവുറ്റ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകളിലൂടെ ശ്രദ്ധേയനായ സൗരവ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളിലും സജീവമാണ്. നിലവിൽ കംപ്ലിസിറ്റ് സൈലൻസ് എന്ന പുസ്തകത്തിന്റെ രചനയിലാണ് അദ്ദേഹം. പാർട്ടിയുടെ മറ്റൊരു പ്രധാന വക്താവായി പ്രവർത്തിക്കുന്നത് IIT കാൺപൂർ, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് എന്നിവിടങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അശുതോഷ് റാങ്കയാണ്. പ്രക്ഷോഭത്തിന്റെ നയരൂപീകരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന റാങ്ക ലണ്ടനിലെ പ്രമുഖ ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ മക്കിൻസി ആൻഡ് കമ്പനിയിലെ ഉയർന്ന ജോലി ഉപേക്ഷിച്ചാണ് CJPയുടെ ആശയവിനിമയ വിഭാഗത്തിലേക്ക് എത്തിയത്. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര പരിഷ്കരണങ്ങൾക്കായി ഇദ്ദേഹം തയ്യാറാക്കുന്ന നയരേഖകൾ പ്രക്ഷോഭത്തിന് വൻ ജനശ്രദ്ധയും കൃത്യതയും നൽകുന്നുണ്ട്. അതേസമയം സമരം നടത്തുന്ന വിദ്യാർത്ഥി പ്രതിനിധികളായി കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകളിലും പങ്കെടുത്തത് സൗരവ് ദാസും അശുതോഷ് റാങ്കയുമാണ്. സർക്കാരുമായി ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ഇവർ മുന്നിലുണ്ടെങ്കിലും ഡൽഹി ജന്തർ മന്ദറിലെ പ്രതിഷേധ പോരാട്ടങ്ങൾക്ക് നേരിട്ടും നേതൃത്വം നൽകുന്നത് സ്ഥാപകൻ അഭിജിത് ദീപ്കെ തന്നെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലും പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ചു വലിയ പരിചയസമ്പത്തുള്ള പബ്ലിക് പോളിസി പ്രൊഫഷണൽ വൈഷ്ണവി ഗൗറിന്റെ സാന്നിധ്യവും CJPയുടെ അണിയറ നീക്കങ്ങൾക്ക് ശക്തി പകർന്നു. ഇന്ന് ഉച്ചയോടെയാണ് ഏറെ നാടകീയ നീക്കങ്ങൾക്ക് ശേഷം ഒടുവിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി മുട്ടുമടക്കിയത്. കടുത്ത പ്രതിഷേധങ്ങൾക്കും ആഴ്ചകൾ നീണ്ട തെരുവ് പോരാട്ടങ്ങൾക്കും ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയായിരുന്നു. CJPയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ ചരിത്ര പ്രസിദ്ധമായ സമരമാണ് വൻ വിജയത്തിലേക്ക് എത്തിയത്. തന്റെ രാജ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുത്തതായി അദ്ദേഹം തന്നെയാണ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അറിയിച്ചത്. ഡൽഹി ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ നടത്താനിരുന്ന മൂന്നാം ഘട്ട ചർച്ചയ്ക്ക് തൊട്ടു മുൻപാണ് അപ്രതീക്ഷിത രാജിപ്രഖ്യാപനമുണ്ടായത്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യങ്ങളൊന്നായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. പ്രധാന രാജിയെ ചൊല്ലി കേന്ദ്ര സർക്കാരും CJPയും തമ്മിൽ നടന്നിരുന്ന ചർച്ചകൾ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കാതെ ഒരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് ശനിയാഴ്ച രാവിലെയോടെ CJP നേതൃത്വം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ പദവി ഒഴിഞ്ഞത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ പ്രക്ഷോഭകർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു.